നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പ്രതിയാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-ന്റെ മൂന്നാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് പ്രതി ചേർക്കപ്പെടാൻ പോകുന്നത്. നേരത്തെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് പ്രതി ചേർക്കപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളികൾ ഇളക്കി സ്വർണം പൂശാൻ കൊണ്ടുപോയതിൽ ഗൂഢാലോചന ഉണ്ടെന്നും മുൻ ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതായുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയാണ് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. 2019 നടന്ന സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാൻ ലക്ഷ്യമിട്ടാണ് ഇതെന്ന് ഹൈക്കോടതി തന്നെ നേരത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളികൾ ഉരുക്കി മാറ്റിയ ശേഷം മറ്റൊരു പാളിയിൽ സ്വർണം പൂശിയാണ് ശബരിമലയിൽ തിരികെ എത്തിച്ചത്. അത് നിറം മങ്ങിയതോടെയാണ് വീണ്ടും സ്വർണം പൂശാൻ കഴിഞ്ഞ വർഷം കൊണ്ടുപോയത്. ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, A അജികുമാർ, PD സന്തോഷ് കുമാർ എന്നിവരായിരുന്നു അംഗങ്ങൾ. ഇവർക്കെതിരെയാണ് കേസ് വരാൻ പോകുന്നത്. 29-ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. ഇതിനു മുൻപ് തന്നെ പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടാവും. ഇതിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇപ്പോൾ ഭരണമാറ്റത്തിന് ശേഷമാണ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് കൂടി സ്വർണ്ണക്കൊള്ളയിൽ കുടുങ്ങാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ദേവസ്വം സെക്രട്ടറിയും ഒപ്പം തിരുവാഭരണ കമ്മീഷണറും പ്രതിപ്പട്ടികയിൽ ഇടം പിടിച്ചേക്കും. കേസിൽ ഇതേവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ശബരിമല പോലെ കോടിക്കണക്കിന് വിശ്വാസികളെ ഞെട്ടിച്ച സ്വർണ്ണക്കൊള്ളയിലാണ് അന്വേഷണം തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും കുറ്റപത്രം പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 90 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ മുഴുവൻ പ്രതികളും ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കൂടി CPM ഇതേവരെ തയ്യാറായിട്ടില്ല. പാർട്ടിയിൽ നിന്ന് വെറും ഒരു സസ്പെൻഷൻ മാത്രമാണ് പത്മകുമാറിന് ലഭിച്ചത്. മറ്റൊരു പ്രതിയായ ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബു അസുഖത്തെ തുടർന്ന് മരിച്ചിരുന്നു. കേസിൽ മുഴുവൻ പ്രതികളുടെ അറസ്റ്റിലേക്കും SIT ഇപ്പോഴും കടന്നിട്ടുമില്ല. ഇപ്പോൾ പുതിയൊരു കേസ് കൂടിയാണ് വരാൻ പോകുന്നതും.